السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على رسولك سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള മുഅ്മിനുകളെ, സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വന്ന് 10 ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. റമദാനിൻ്റെ 1/3 നമ്മോട് വിട പറഞ്ഞു എന്നർത്ഥം. വിശുദ്ധമായ റമദാൻ മനുഷ്യൻ്റെ ആത്മീയ ശാരീരിക ശുദ്ധീകരണത്തിനു വേണ്ടി അല്ലാഹു വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ്. വ്രതാനുഷ്ഠാനം കൊണ്ട് മനുഷ്യൻ ആത്മീയമായും ശാരീരികമായും മാനസികമായും പരിശുദ്ധി ആർജിക്കണം. അങ്ങനെ മനുഷ്യൻ യഥാർത്ഥ ഭക്തിയുള്ളവനായിത്തീരണം. ഇതാണ് വ്രതം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്നത്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ. വ്രതം നിർബന്ധമാക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, അതിൻ്റെ ആവശ്യം നിങ്ങൾ ഭക്തിയുള്ളവരാവുക എന്നതാണ്. പ്രപഞ്ചസട്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരായിത്തീരുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കലാണ് ഒരു മാസത്തെ വ്രതം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്ക് നേടിയെടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ 10 ദിവസം പിന്നിടുമ്പോൾ അതിൻ്റെ 1/3 നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു കഴിഞ്ഞു. നാം എത്രമാത്രം ആത്മീയമായ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താനുള്ള ഒരു വലിയ അവസരമാണ് ഈ സമയം. നമ്മൾ നമ്മുടെ ഈ കഴിഞ്ഞ 10 ദിവസങ്ങളെ ആലോചിക്കുമ്പോൾ നമ്മിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നില്ലെങ്കിൽ നമ്മുടെ വ്രതം കൊണ്ട് കേവലം പട്ടിണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതുകൊണ്ട് നേടുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ 10 ദിവസം വ്രതം അനുഷ്ഠിച്ച് നമുക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാണ് നമ്മൾ നന്നാവുക എന്ന് നാം ചിന്തിക്കണം. നോമ്പ് എന്ന് പറയുന്നത് 3 രൂപത്തിലായി ഇമാം ഗസാലി റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നുണ്ട്. സൗമുൽ ഉമൂമി, സൗമുൽ ഖുസൂസി, സൗമു ഖുസൂസിൽ ഖുസൂസി. സൗമുൽ ഉമൂമ് എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ അല്ലെങ്കിൽ വ്രതത്തിൻ്റെ പ്രാഥമികമായ രൂപം, അഥവാ പ്രഭാതം മുതൽ സുബഹി മുതൽ മഗ്രിബ് വരെ അന്നപാന ഭോഗാദികളിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കുന്നത്. ഇതാണ് പ്രാഥമികമായി നോമ്പിൻ്റെ കർമ്മം. ഈ രൂപത്തിലാണ് അധികം ആളുകളും നോമ്പ് അനുഷ്ഠിക്കുന്നത്. എന്നാൽ സൗമുൽ ഖുസൂസി, അല്ലാഹുവിൻ്റെ പ്രത്യേക സാമീപ്യം ലഭിക്കുന്ന ആളുകളുടെ വ്രതം എന്ന് പറയുന്നത് അവരുടെ അവരുടെ കണ്ണും അവരുടെ കേൾവിയും അവരുടെ സംസാരവും എല്ലാം നോമ്പെടുക്കുക എന്നതാണ്. അഥവാ ഭക്ഷണപാനീയങ്ങളും സുഖാസ്വാദനങ്ങളും ഉപേക്ഷിക്കുന്നതിനോടൊപ്പം അരുതായ്മകൾ സംസാരിക്കാതിരിക്കുക, നിഷേധിക്കപ്പെട്ടവ കാണാതിരിക്കുക, ഹറാമായത് തെറ്റായത് കേൾക്കാതിരിക്കുക, തെറ്റായതിലേക്ക് ശരീരത്തെ ചലിപ്പിക്കാതിരിക്കുക. ഇത് കൂടി നോമ്പിൻ്റെ ഭാഗമാണ്. ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കൊണ്ട് ഇതിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടന്നാൽ ആ വ്രതം സമ്പൂർണ്ണമല്ല, അത് വ്രതമല്ല എന്നാണ് ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. അത് വ്രതത്തിൻ്റെ നോമ്പിൻ്റെ പരിശുദ്ധിയെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ്. എന്നാൽ സൗമു ഖുസൂസിൽ ഖുസൂസ് എന്ന് പറയുന്ന ഉത്തമ വിഭാഗത്തിൻ്റെ വ്രതമെന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ 2 കാര്യങ്ങൾക്കും
പുറമെ അതോടൊപ്പം അവൻ്റെ ചിന്ത അള്ളാഹു അല്ലാത്തതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക, അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങളിലേക്ക് മനസ്സിനെ പോലും കൊണ്ടുപോവാതെ മനസ്സിനെയും കൂടി വ്രതം അനുഷ്ഠിപ്പിക്കുക എന്നതാണ് അത്തരം ആളുകളുടെ വ്രതം. അതാണ് ഏറ്റവും പരിശുദ്ധമായ വ്രതം. അതാണ് യഥാർത്ഥത്തിൽ ഈ വ്രതം കൊണ്ട് ലക്ഷ്യം വെക്കുന്നതും. നമുക്കതിന് കഴിഞ്ഞാൽ നാം അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെട്ടവരാണ്, നാം ഭാഗ്യവാന്മാരാണ്. ഏതായാലും പരിശുദ്ധമായ റമളാനിൻ്റെ കാരുണ്യത്തിൻ്റെ 10 നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞ് പാപമോചനത്തിൻ്റെ 10ലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞ വ്രതം അനുഷ്ഠിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗവും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം അനർത്ഥങ്ങളും അനിഷ്ടങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് അർഹമല്ലാത്തതും പ്രീതി സമ്പാദിക്കാൻ കഴിയാത്ത തെറ്റായ കാര്യങ്ങൾ ധാരാളം വന്നു പോകുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ വഴിപ്പെട്ട് ജീവിക്കുന്ന നാം ഈ പരിശുദ്ധമായ 10 ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന അതിമഹത്തായ ഈ ഒരവസരം ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ റമളാനിനെ കൊണ്ട് നാം പരിശുദ്ധമാക്കുകയും നമ്മുടെ ആത്മീയത ഒന്നുകൂടി പരിശുദ്ധമാക്കി റബ്ബിലേക്ക് അടുക്കുകയും ചെയ്യാനുള്ള വലിയ സുവർണാവസരമാണ് ഇനിയുള്ള ഈ 10 ദിവസങ്ങൾ. നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് പാപമോചനം നടത്തി മടങ്ങുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അങ്ങനെ നിങ്ങൾ പാപമോചനം നടത്തി റബ്ബിലേക്ക് അഭയം തേടി മടങ്ങിയാൽ നിങ്ങളെല്ലാവരും വിജയികളായിത്തീരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ വ്രതത്തിലൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതും അതേപോലെ പാരത്രിക വിജയം കരസ്ഥമാക്കലും ലക്ഷ്യമാണ്. ഈ വിജയം കരസ്ഥമാക്കലായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ പരമമായ ലക്ഷ്യം. വിശുദ്ധമായ നോമ്പിൻ്റെ വ്രതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ആരാധനകളെ പോലെ അല്ല. എല്ലാ ആരാധനകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്നതാണ്. പക്ഷേ എല്ലാ ആരാധനകളും നോക്കി നിൽക്കുന്നവരുടെ കാഴ്ചയെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാൻ സാധ്യമല്ല. നിസ്കാരമാണെങ്കിലും ഏറ്റവും പുണ്യമുള്ള ജമാഅത്തായി നിർവഹിക്കുന്നതിൽ മറ്റൊരാളെങ്കിലും കണ്ടിരിക്കും നമ്മുടെ നിസ്കാരം. ഹജ്ജാണെങ്കിലും ഒന്നിച്ചാണ് ചെയ്യുന്നത്. സക്കാത്ത് നൽകുന്നതാണെങ്കിലും നമ്മുടെ സക്കാത്ത് മറ്റൊരാൾക്കാണ് നൽകുന്നത്. എല്ലാ ഇബാദത്തുകളിലും ഒന്നുകിൽ ചുരുങ്ങിയത് ഒരാളെങ്കിലും അത് കണ്ടിരിക്കും. എന്നാൽ നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത്, നമുക്ക് നോമ്പുണ്ടോ എന്നത് നാം പോലും ഒരുപക്ഷെ അറിയുന്നില്ല, അള്ളാഹു മാത്രമാണ് അറിയുന്നത്. അല്ലെങ്കിൽ അള്ളാഹും നാമും മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഉടമയായ അള്ളാഹുവിൻ്റെയും അടിമയായ മനുഷ്യൻ്റെയും ഇടയിലുള്ള അതിരഹസ്യവും സങ്കീർണവുമായ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ബന്ധമാണ്, ഒരു ആരാധനാ കർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത്, അസ്സൗമു ലീ വ അനാ അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. മറ്റുള്ള ആരാധനകളും അള്ളാഹുവിനുള്ളതാണ്, അതിനുള്ള പ്രതിഫലം നൽകുന്നതും അള്ളാഹുവാണ് എന്നിരിക്കെ തന്നെ നോമ്പിൻ്റെ കാര്യത്തിൽ അടിവരയിടുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, അള്ളാഹുവും അവൻ്റെ അടിമകളും തമ്മിലുള്ള അതിരഹസ്യമായ ഒരു ബന്ധമാണ് നോമ്പ്. ഒരാൾ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആത്മാർത്ഥമായി അവൻ്റെ ശരീരത്തെ ഒതുക്കി നിർത്തി അവൻ നോമ്പെടുക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ അള്ളാഹുവിൽ ഭയമുള്ളവനാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഒരാൾ നോമ്പെടുത്തില്ലെങ്കിലും ആരും അറിയുന്നില്ല, പരമരഹസ്യമാണ്. അതുകൊണ്ട് നോമ്പ് എന്ന് പറയുന്ന ഇത്രയും മഹിതമായ ഈ കർമ്മം ഒരു നീണ്ട ഒരു മാസം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കാര്യമായ സാരമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ റമളാൻ
കടന്നു വരികയും ആ റമദാൻ ആ ആളുകളെ പറ്റി തൃപ്തിപ്പെടുകയും ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ടാവട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന വന്നപ്പോൾ അള്ളാഹു റസൂൽ അതിനെ സഹാബത്തിന് സാക്ഷിയാക്കി വെള്ളിയാഴ്ച ജുമുഅക്ക് മിമ്പറിൽ വെച്ച് ആമീൻ എന്ന് പറഞ്ഞതിൻ്റെ കാര്യവും അതാണ്. അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്ന നോമ്പുകാരിൽ നാം ഓരോരുത്തരും ഉൾപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ നമുക്ക് അള്ളാഹു അനുകൂലമാക്കി ആഖിറത്തിൽ മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ റമദാനുകൾ എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാനും നോമ്പും നിസ്കാരവും മറ്റ് ആരാധനകളെ കൊണ്ട് ധന്യമാക്കാനും നമുക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പശ്ചിമേഷ്യയിൽ ഉടലെടുത്തിട്ടുള്ള സങ്കീർണമായ അവസ്ഥക്ക് അള്ളാഹു വേഗത്തിൽ ശമനം നൽകി, ധിക്കാരികൾക്ക് അള്ളാഹു അവസാനം നൽകി, അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. പശ്ചിമേഷ്യയിൽ ശാന്തി നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.